ഈ സൈനികൻ വേഗത്തിൽ തന്റെ സുഹൃത്തിനെ മണ്ണിനടിയിൽ മറച്ചു. എന്നിട്ട് ശത്രുക്കളിൽ നിന്ന് ഒളിക്കാൻ ഒരു ഡെഡ് ബോഡി തന്റെ മേൽ വലിച്ചിട്ടു. ശ്വാസം പോലും പിടിച്ചു വയ്ക്കുകയും ഒരു ചെറിയ ശബ്ദം പോലും പുറത്തു വരരുതെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. ശത്രു സൈന്യം അതിലൂടെ വന്നു. അതിലൊരാൾ സുഹൃത്തിന്റെ മുഖത്തിനരികിൽ വരെ വന്നു. അവന്റെ ഹൃദയമിടിപ്പ് കൂടുതൽ ശക്തമായി. അടുത്ത നിമിഷം എല്ലാം അവസാനിക്കുമോ എന്ന ഭയം തന്നെ അലട്ടി. പക്ഷേ പെട്ടെന്ന് മറ്റൊരുത്തൻ അവന്റെ മുകളിൽ കിടന്ന ശരീരത്തിന് മുകളിൽ കത്തി കുത്തി ഇറക്കി. ഹൃദയം ഒരു നിമിഷത്തേക്ക് നിശ്ചലമായി. അവൻ ജീവനോടെയുണ്ടെന്ന കാര്യം പോലും മറന്നുപോയ നിമിഷം. പക്ഷെ ശത്രുക്കൾ പോയതോടെ അവൻ ആ ശരീരം മാറ്റി മണ്ണിനടിയിൽ നിന്ന് സുഹൃത്തിനെ പുറത്തെടുത്തു. ദൂരെയായി മറ്റൊരു സൈനികൻ ജീവനോടെയുണ്ടെന്ന കാര്യം അവൻ കണ്ടു. അവനെ രക്ഷിക്കാനായി അവിടേക്ക് പോയതും എതിർ സൈന്യം തന്നെ കാണുകയും ഇനി ഒളിക്കാൻ സമയമില്ലെന്ന് അവന് മനസ്സിലായി. രക്ഷപ്പെടാനായി അവൻ ഒരു ടണലിലേക്ക് ചാടി. പിന്നാലെ ഒരു ഗ്രനേഡും വന്നു. അവസാന നിമിഷത്തിൽ സാം അത് ശ്രദ്ധിക്കുകയും കഷ്ടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇരുണ്ട ഭയാനകമായ ടണലിനുള്ളിൽ ശത്രുക്കളുടെ ഇടയിൽ തന്നെ സാം ഒളിച്ചു. ചുറ്റും ശത്രുക്കളുടെ സംസാരവും കാൽച്ചുവടുകളും കേൾക്കാമായിരുന്നു. അവിടെ അവൻ പരിക്കേറ്റ ഒരു ശത്രു സൈനികനെ കാണാനിടയായി. അവന്റെ മുഖം വേദന കൊണ്ട് നിറഞ്ഞു. അവനെ കൊല്ലാമായിരുന്നിട്ടും സാം അത് ചെയ്തില്ല. പകരം അവന്റെ മുറിവുകൾ ശുശ്രൂഷിച്ചു. ആ ശത്രുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. രാത്രിയായപ്പോൾ സാം ടണലിൽ നിന്ന് പുറത്തു വരികയും ഇപ്പോൾ ജീവനോടെയുള്ള സൈനികരെ തേടി നടന്നു. ഇരുട്ടിൽ പോലും അവന്റെ കണ്ണുകൾ എല്ലായിടത്തും തിരഞ്ഞു. തന്റെ ശരീരം പൂർണ്ണമായും തളർന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ ഗുരുതരമായി പരിക്കേറ്റവരെ മരണത്തിന്റെ വക്കിൽ നിന്ന് വലിച്ചെടുത്തു. അതും സ്വന്തം സൈന്യത്തെ മാത്രമല്ല, ശത്രുക്കളെയും. സാമിന്റെ കാലുകൾ വിറച്ചു, കൈകൾ നടുങ്ങി. എന്നാൽ അവൻ നിർത്താൻ തയ്യാറായില്ല. ഇപ്പോഴും തന്റെ സുഹൃത്തുക്കൾ തന്റെ വരവിനായി കാത്തിരിപ്പുണ്ടെന്ന കാര്യം അവൻ അറിയാം. ഓരോ ആളുകളെയും രക്ഷിക്കുമ്പോഴും ഒരാളെ കൂടി രക്ഷിക്കാനാവണേ എന്നവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കയറുരഞ്ഞ് അവന്റെ കൈകൾ മുറിഞ്ഞ് രക്തമൊഴുകി. എന്നിട്ടും പരിക്കേറ്റ സൈനികർ മലമുകളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവർ എവിടെ നിന്ന് വരുന്നു എന്നറിയില്ലായിരുന്നുവെങ്കിലും ഒരു കാര്യം അറിയാമായിരുന്നു. ഏതോ ഒരുവൻ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചുകൊണ്ടിരുന്നു. അത് ആരാണെന്നറിയാൻ ക്യാപ്റ്റന് കൗതുകമായി. ഉത്തരം വന്നു, അത് സാമാണ്. അനുഭവക്കുറവിന്റെ പേരിൽ എല്ലാവരും കളിയാക്കിയവൻ. രാവിലെ ആയപ്പോൾ സാം പരിക്കേറ്റ തന്റെ ഡ്രിൽ സർജന്റിനെ കണ്ടെത്തി. ശത്രുക്കൾ പ്രദേശം മുഴുവൻ നിറഞ്ഞിരുന്നു. സാം സർജന്റിന്റെ തോക്കെടുത്തു. ഒരു നിമിഷത്തേക്ക് സർജന്റ് ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാം തയ്യാറായെന്ന് കരുതി. പക്ഷേ അവൻ തോക്ക് തുണിയിൽ പൊതിഞ്ഞ് സർജന്റിനോട് തന്റെ തോളിൽ ചാരാൻ നിർദ്ദേശിച്ചു. അവൻ മലയുടെ അരികിലേക്ക് എത്തുമ്പോൾ സർജന്റ് കവർ ഫയർ ചെയ്തു. അവൻ ആദ്യം സർജന്റിനെ താഴേക്ക് ഇറക്കി. ഓരോ നിമിഷവും അപകടം നിറഞ്ഞതായിരുന്നു. താഴെ എത്തിയ ഉടൻ സർജന്റ് ക്യാപ്റ്റനോടായി പറഞ്ഞു, സാം ഇപ്പോഴും മുകളിൽ തന്നെയുണ്ട്. അടുത്ത നിമിഷം സാം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ മറ്റൊരു പരിക്കേറ്റ സൈനികനെ ചുമലിൽ എടുത്തുകൊണ്ട്. ശത്രുക്കൾ പിന്തുടരാൻ ശ്രമിച്ചു. പക്ഷേ സ്വന്തം സൈനികർ കവർ ഫയർ നൽകി സാം രക്ഷപ്പെട്ടു. അവസാനം അവനെ രക്ഷിച്ചപ്പോൾ പോലും സാമിന്റെ മനസ്സ് യുദ്ധഭൂമിയിലായിരുന്നു. അവന്റെ കണ്ണുകൾ ഇപ്പോഴും ചുറ്റും തിരിഞ്ഞുകൊണ്ടിരുന്നു. അവന് നന്നായി നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ അവനോടായി ചോദിച്ചു, നിനക്ക് വേദനിച്ചോ? കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നതല്ലാതെ അവനൊന്നും പറയാനായില്ല. എല്ലാ സൈനികരും നിശബ്ദരായി നിന്നു. നരകത്തിൽ നിന്ന് തിരിച്ചു വന്ന ആ ധീരയോദ്ധാവിനെ ആദരിച്ചു. താൻ പോലും ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല ആ രാത്രി അവൻ രക്ഷിച്ചത് 76 ജീവനാണെന്ന കാര്യം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ്